ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് ഒരു ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളും ചിലർക്ക് ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് ഒട്ടും അറിയില്ല, ജസ്റ്റ് ഒരു തുന്നലും സ്റ്റിച്ചിങ്ങും മാത്രമാണ് ഫാഷൻ ഡിസൈനിങ് വരുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ ഒരുപാട് ഇനി തുന്നാനാണോ പോകുന്നതെന്ന് ചോദിച്ചില്ല. പക്ഷേ ഫാഷൻ ഡിസൈനിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് 2 വർഷം ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ആൽബം വർക്കും പിന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിരുന്നത്. ഇതാണ് ഫസ്റ്റ് ഇയറിൽ വരുന്ന 3 ആൽബം. ഇത് സെക്കൻഡ് ഇയറിൽ വരുന്നത് 5 ആൽബം ഉണ്ട്. ഫസ്റ്റ് ഇയർ നമുക്ക് കുറച്ച് കുറവായിരിക്കും, പക്ഷേ സെക്കൻഡ് ഇയറിൽ കുറച്ചും കൂടി കൂടുതലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ആൽബമൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇയറിൽ വരുന്ന 3 ആൽബം. അപ്പോൾ ഓരോ ആൽബത്തിലും ഓരോരോ വർക്ക്. ഇതാണ് ഫസ്റ്റ് ആൽബം. ഇതിൽ വരുന്നത് നമ്മൾ ഓരോരോ വെയർ ഉണ്ടാവുമല്ലോ, വെസ്റ്റേൺ വെയർ, ഓഫീസ് വെയർ, നൈറ്റ് വെയർ, കോളേജ് വെയർ, എത്നിക് വെയർ, കാഷ്വൽ വെയർ, പാർട്ടി വെയർ, അങ്ങനെ ബീച്ച് വെയർ, അങ്ങനെ ഓരോരോ വെയർ. അതനുസരിച്ച് നമുക്ക് ഒരുപാട് വെയർ നമുക്ക് തരും. അതിനനുസരിച്ചുള്ള ഡ്രസ്സ് നമ്മൾ വരച്ചതിന് ശേഷം കളർ ചെയ്തെടുക്കുക. അത് നമ്മൾ 8 ഇഞ്ചിൻ്റെ ഒരു ബോഡി ബ്ലോക്കും ഉണ്ടാവും, 10 ഇഞ്ചിൻ്റെ ഒരു ബോഡി ബ്ലോക്കും ഉണ്ടാവും. 10 ഇഞ്ചിൻ്റെ ബ്ലോക്കിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. അങ്ങനെ ഇത് രണ്ടാമത്തെ ആൽബം നമ്മളുടെ സ്റ്റിച്ചിങ്ങിൻ്റെതാണ് വരുന്നത്. സ്റ്റിച്ച് എന്ന് വെച്ചാൽ 42 സ്റ്റിച്ചാണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് വരുന്നത്. ആദ്യം നമ്മൾ 42 സ്റ്റിച്ച് ഒരു പ്ലെയിൻ ക്ലോത്ത് ചെയ്യും. പിന്നെ അതിന് ശേഷം ഓരോരോ സ്റ്റിച്ച് വെച്ചിട്ട് ഓരോരോ വർക്ക് നമ്മൾ ചെയ്യണം. അപ്പോൾ ഓരോരോ സ്റ്റിച്ചിന് ഓരോരോ പേരുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഡിസൈനിങ്ങിന് യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് എന്ന് വെച്ചാൽ ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ ഡ്രസ്സിൽ കൂടുതലും ചെയ്യുന്നത്. പിന്നെ ബുള്ളിയൻ നോട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതിൽ കുറച്ചൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന സ്റ്റിച്ചുകൾ. അപ്പോൾ ഇതിലിപ്പോൾ ഒരുപാട് സ്റ്റിച്ചുണ്ട്, പക്ഷെ നമ്മളെല്ലാം ഒന്നും യൂസ് ചെയ്യാറില്ല. എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ചെയ്യണമല്ലോ. പിന്നെ ഈ 42 സ്റ്റിച്ചിന് ശേഷം നമുക്ക് വേറെ സ്റ്റിച്ചുകൾ വരുന്നുണ്ട്. ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. പിന്നെ സർദോസി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ട്യൂബ് പോലുള്ളൊരു സംഭവമാണ്, അത് വെച്ചിട്ട് സ്റ്റിച്ച് വരുന്നുണ്ട്. പിന്നെ സീക്വൻസ് വെച്ചിട്ട് സ്റ്റിച്ച് വരുന്നുണ്ട്. സീക്വൻസിൽ തന്നെ നമുക്ക് സീക്വൻസിൽ ബീഡ്സ് വെച്ചിട്ടുണ്ട്, ചെറിയ പിന്നെ കട്ട് ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സീക്വൻസിൽ ബീഡ്സ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ബീഡ്സ് മാത്രമായിട്ടുള്ള സ്റ്റിച്ച് ഉണ്ട്. പിന്നെ നമുക്ക് പെയിൻറ്റിങ് ഉണ്ട്. ഫാബ്രിക് പെയിൻ്റ് കൊണ്ട് ഫ്ലവേഴ്സ് ഡിസൈൻ ചെയ്യാം. നമുക്ക് ഡ്രസ്സിൽ ഫാബ്രിക് പെയിൻ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫാബ്രിക് പെയിൻ്റ് കൊണ്ട് ഡോട്ട് വെച്ചിട്ടുള്ള ഡിസൈൻസ്. പിന്നെ വെജിറ്റബിൾ പെയിൻറ്റിങ്സ് ഉണ്ട്. ഇത് ഷെയ്ഡ് നമ്മൾ ഒരു 2-3 ഷെയ്ഡ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് വെജിറ്റബിൾ പെയിൻറ്റിങ് ആണ്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പിന്നെ വെണ്ട, പിന്നെ മുളക്, ക്യാരറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും കട്ട് ചെയ്തിട്ട് നമ്മൾ വെജിറ്റബിൾ പെയിൻറ്റിങ് ചെയ്യുമല്ലോ. ഇതെല്ലാവർക്കും അറിയാവുന്ന വെജിറ്റബിൾ പെയിൻറ്റിങ് ഡ്രസ്സിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരേ ഡിസൈൻസ് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ കയ്പ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് മുളക് വെച്ചിട്ട് അങ്ങനെ ഓരോരോ പെയിൻറ്റിങ് ഉണ്ട്. ഇതാണ് സ്പ്രേ പെയിൻറ്റിങ്. നമ്മൾ ജസ്റ്റ് സെൻറ്ററിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നതാണ്. ഇത് ഗ്ലാസ്. പിന്നെ ഗ്ലാസ് പെയിൻറ്റിങ് വരുന്നുണ്ട്. ഗ്ലാസിൻ്റെ ഷീറ്റ് വെച്ചിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ആൽബത്തിൽ ഇതൊക്കെയാണ്. ഇനി മൂന്നാമത്തെ ആൽബം നമ്മൾ കളർ തീം അനുസരിച്ച് നമ്മൾ 2-3 കളേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ട് കളർ ഉണ്ടാക്കുക, കളർ വീല്, അങ്ങനത്തെ സംഭവങ്ങളാണ്. ഒരു കളർ ഉണ്ടാക്കുന്ന ഇതാണ് ഈ ആൽബത്തിൽ വരുന്നത്. പിന്നെ നമുക്ക് നെക്കിൽ ഡിസൈൻ ചെയ്യുക, എത്ര സൈസ് നെക്ക് വരുന്നുണ്ട്. പിന്നെ കോളറിൽ എന്തൊക്കെ മോഡൽ നെക്ക് വരുന്നുണ്ട്. പിന്നെ സ്ലീവ്, നമ്മളെ സ്ലീവ് ഉണ്ടല്ലോ, പഫ് സ്ലീവ്, അങ്ങനെ കുറേ ടൈപ്പ് സ്ലീവ് വരുന്നുണ്ട്. അതെല്ലാം ഈ ആൽബത്തിൽ വരുന്നത്. പിന്നെ നെക്കുകളുണ്ട്. ഇത് നമ്മൾ നെക്ക് ക്ലോത്ത് വാങ്ങിയിട്ട് ഓരോരോ ഡിസൈൻ അതിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഒട്ടിക്കണം. പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഈ ആൽബത്തിൽ വരുന്നത്. അപ്പോൾ
ഫസ്റ്റ് ഇയറിൽ വരുന്ന 3 ആൽബം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇത് സെക്കൻഡ് ഇയറിൽ വരുന്ന 5 ആൽബമാണ്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ എത്തുമ്പോൾ 2 ആൽബം നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ആൽബം കാണിച്ചു തരാം. അത് ഫസ്റ്റ് ഇയറിലുള്ള നമ്മൾ വെയറുകളിലേനോ കോളേജ് വെയർ, വെസ്റ്റേൺ വെയർ ആ ടൈപ്പിൽ വരുന്നതാണ്. നമ്മൾ ഒരു 10 ഇഞ്ചിൻ്റെ ബ്ലോക്ക് വരച്ചിട്ട് ഒരുപാട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക. അതിൽ എക്സ്ട്രാ വരുന്നത് ഇപ്പോൾ കുറച്ച് ഐ, നോസ്, ഹാൻഡി അങ്ങനെ കുറച്ച് ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. ബാക്കി നമ്മൾ ഡ്രസ്സ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡ്രസ്സ് വരച്ച് ഓരോരോ വർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ആൽബം കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ ആൽബമാണ്. ഇതാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ മെയിനായിട്ട് വരുന്ന ആൽബം. ഫസ്റ്റ് ഇയറിനേക്കാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ ബ്രൗൺ പേപ്പർ വെച്ചിട്ട് സ്കേർട്ട്, ബ്ലൗസ്, പിന്നെ പാൻറ്റ്, സ്ലീവ്, ഷർട്ട്, ഈ കട്ടിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ ബ്ലൗസിൻ്റെ, അതെല്ലാം നമ്മൾ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലൊട്ടിക്കുന്നതാണ് ഈ ആൽബം വരുന്നത്. അങ്ങനെ ഈ മോഡൽ നമുക്ക് ഒരു ആൽബം കൂടെ ഉണ്ട്. ഇതാണ് നമുക്ക് ഈ സെക്കൻഡ് ഇയറിൽ കൂടുതലായിട്ടും ചെയ്യാനുള്ളത്. അങ്ങനെ രണ്ടാമത്തെ ആൽബം കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ആൽബം നമ്മൾ ഫസ്റ്റ് ഇയറിലുള്ളതുപോലെ തന്നെ സ്റ്റിച്ച് വരുന്നതാണ്. ഫസ്റ്റ് ഇയറിലുള്ള സ്റ്റിച്ചല്ല, അതിൽ വേറെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള വേറെ സ്റ്റിച്ചുകളാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പ്ലെയിൻ ക്ലോത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഓരോരോ ഡിസൈൻ ചെയ്തതാണ്. പക്ഷേ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ നമ്മളതൊരു ഡ്രസ്സിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ക്ലോത്ത്. എന്നതിന് ശേഷം നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചതിന് ശേഷമാണ് അതിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോരോ സ്റ്റിച്ച് വെച്ചിട്ട് ഡിസൈൻ ചെയ്തതാണ്. അങ്ങനെ മൂന്നാമത്തെ ആൽബം കഴിഞ്ഞ് ഇത് നാലാമത്തെ ആൽബമാണ്. നാലാമത്തതിൽ വരുന്നത് നമ്മൾ ഈ ക്ലോത്ത് വെച്ചിട്ട് ചെറിയ സൈസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിലൊട്ടിക്കണം. അപ്പോൾ ചെറിയ ബ്ലൗസ്, പിന്നെ ഫ്രോക്ക്, സ്കേർട്ട്, പാൻറ്റ്, ചുരിദാറിൻ്റെ സൈഡ് ഓപ്പൺ ഉണ്ട് ടോപ്പ്, പിന്നെ മാക്സി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ചെറിയതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിലൊട്ടിക്കുന്നതാണ് നാലാമത്തെ ആൽബത്തിൽ വരുന്നത്. പിന്നെ വരുന്നത് അഞ്ചാമത്തെ ആൽബം നമ്മൾ രണ്ടാമത് കണ്ടില്ലേ, ഈ ബ്രൗൺ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്നുണ്ടല്ലോ, അതാണ് അഞ്ചാമത്തെ ആൽബം വരുന്നത്. അപ്പോൾ ആൽബത്തിലുള്ള വർക്കൊക്കെ നമ്മൾ കണ്ട്. ഇത് വരുന്നത് റെക്കോർഡാണ്. റെക്കോർഡ് 2-3 റെക്കോർഡ് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ റെക്കോർഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് വരുന്നുണ്ട് 2-3 എണ്ണം. അതിലും ഒരു ടെക്സ്റ്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ബുക്കും റെക്കോർഡായിട്ട് വരുന്നത്. അപ്പോൾ ആൽബമൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് ഞാൻ സെക്കൻഡ് ഇയറിൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഒരു ഡ്രസ്സ് കോമ്പറ്റീഷൻ ഉണ്ട്. അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ചെയ്ത ഒരു ഡ്രസ്സാണ്, എനിക്ക് ഫസ്റ്റ് കിട്ടിയതാണ്. ഇത് നമ്മൾ ചെറിയ ഈ ഇതില്ലേ ട്യൂബ് ബീഡ്സ്, അതും പിന്നെ ഇത് നമ്മൾ ചെറിയ റിബൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ഫ്ലവർ ടൈപ്പിന് ചെയ്തു. ഇതിനാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് വെച്ച് നല്ല ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇത് നെക്കിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട്. സ്ലീവിൻ്റെ ഇവിടെയും വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.